ഖലീഫ ദി റൂളർ ഇടിവെട്ട് പടം കാണണമെന്നുണ്ടെങ്കിൽ, നല്ല ഉഗ്രൻ സ്റ്റണ്ട് കാണണമെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ സിനിമ കണ്ടാൽ മതിയെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പല സിനിമകളുണ്ട്. പൃഥ്വിരാജിൻ്റെ സിനിമകളെക്കാട്ടിലും കൂടുതൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയിലെ അടിവെട്ട് ഇട്ടിയുടെ നമ്മൾ കണ്ടതോടുകൂടിയാണ്. അതിനെയൊക്കെ കവച്ച് വെക്കുന്ന രീതിയിലാണ് വൈശാഖിൻ്റെ കാര്യം അറിയാവുന്നതാണല്ലോ. പുലിമുരുകൻ പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള, പൃഥ്വിരാജിന് നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുള്ള സംവിധായകൻ. പ്രേക്ഷകരെ പിടിച്ചിരുത്തി ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ തന്നെയാണ് ഈ സിനിമയിൽ വൈശാഖും പൃഥ്വിരാജിനോടൊപ്പം കുറേ കാമിയോകളും ഈ സിനിമകളിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മികച്ച. ആ മികവ് നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച കാമിയോ ഈ സിനിമയിലുണ്ടെന്ന് പറയാം. നല്ല ഇടിവിട്ട് തകർപ്പൻ എൻട്രിയോടുകൂടിയാണ് മോഹൻലാൽ വന്നിരിക്കുന്നതെന്നും പ്രേക്ഷകർ എല്ലാവരും അടിവരയിട്ട് പറയുന്നു. മോഹൻലാലിൻ്റെ ആ സ്വാഗ്, ആ ഓറ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സംവിധായകനാണ് വൈശാഖ്. പുലിമുരുകനിലെ അവസാനത്തെ ആ ലാസ്റ്റ് 10-20 മിനിറ്റുള്ള സ്റ്റണ്ട് മാത്രം കണ്ടാൽ മതി, ഏറ്റവും മികച്ച രീതിയിൽ വൈശാഖ് മോഹൻലാലിനെ അണിയിച്ചൊരുക്കിയെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദുബായ് അടക്കമുള്ള പല ലൊക്കേഷനിലൂടെ പോയ ആ സിനിമയിൽ മറ്റൊരു കാമിയോടി ഉണ്ട്. അത് പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട കാമിയാണെന്ന് പറയുന്നു. അത് ഏറ്റവും മികവ് പുലർത്തുന്ന രീതിയിൽ യുവനായക നിരയിൽ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള ടൊവിനോ തന്നെ ചെയ്തിരിക്കുന്നു. കാരണം അത് പറയുവാനായിട്ട് ടൊവിനോയ്ക്ക് നായകവേഷം മാത്രമല്ല ചെയ്യുന്നത്, ബാലൻ പോലുള്ള സിനിമയിൽ കാമിയോ അല്ലാതെ തന്നെയുള്ള ചില വില്ലൻ വേഷങ്ങൾ പോലെയും എല്ലാ വേഷങ്ങളും ചെയ്യാനായിട്ട് ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു മികവുള്ള ഒരു കലാകാരനായിട്ട് ടൊവിനോ ഇപ്പം മാറിയിരിക്കുന്നു. എല്ലാ വേഷങ്ങളും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് യുവതാരങ്ങളെക്കാട്ടിലും ഏറ്റവും മികവ് ടൊവിനോയ്ക്ക് പുലർത്താൻ കഴിയുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് പല സിനിമകളും പല രീതിയിൽ നായകനാണോ പ്രാധാന്യം, സഹനടനാണോ പ്രാധാന്യം, വില്ലനാണോ പ്രാധാന്യം എന്ന് നോക്കാതെ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ടൊവിനോയ്ക്ക് മറ്റ് നായകന്മാരെക്കാട്ടിലും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. വൈശാഖും പൃഥ്വിരാജും കൂടി നല്ലൊരു പാക്കേജാണ് അവതരിപ്പിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഖലീഫ എന്ന സിനിമയിലൂടെ. ഒരു ഇടിവെട്ട് മാസ് എൻ്റർടൈനർ.